Welcome to all. Surface Chemistry. Section 1. Adsorption. ഈ ടോപ്പിക്കിലെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 40. Give the reason for adsorption. അഡ്സോർപ്ഷനുള്ള കാരണം എന്താണ്? ആൻസർ നോക്കൂ. അഡ്സോർപ്ഷൻ ടേക്സ് പ്ലേസ് ടു റെഡ്യൂസ് സർഫേസ് ടെൻഷൻ. സർഫേസ് ടെൻഷൻ കുറയ്ക്കാനാണ് അഡ്സോർപ്ഷൻ നടക്കുന്നത്. കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാം. റീസൺ ഫോർ സർഫേസ് ടെൻഷൻ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടി ഒന്ന് പറയുകയാണ്. എ മോളിക്യൂൾ ഇൻ ദ ഇന്റീരിയർ ഓഫ് എ ലിക്വിഡ് ഹാസ് നോ ടെൻഷൻ ബിക്കോസ് ഇറ്റ് ഈസ് അട്രാക്റ്റഡ് ഈക്വലി ഫ്രം ഓൾ സൈഡ്സ് ബൈ അതർ മോളിക്യൂൾസ്. ഒരു ലിക്വിഡിൻ്റെ ഉള്ളിലുള്ള മോളിക്യൂളിന് ടെൻഷൻ ഇല്ല. കാരണം എല്ലാ സൈഡിൽ നിന്നും അതിന് ഈക്വലായിട്ടുള്ള അട്രാക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യും. എല്ലാ സൈഡിൽ നിന്നും ഈക്വൽ അട്രാക്ഷനാണ് ആ മോളിക്യൂളിന് ഉണ്ടാവുക. എ മോളിക്യൂൾ ഇൻ ദ ഇന്റീരിയർ ഓഫ് എ ലിക്വിഡ് ഹാസ് നോ ടെൻഷൻ. എന്താ കാരണം? ബിക്കോസ് ഇറ്റ് ഈസ് അട്രാക്റ്റഡ് ഈക്വലി ഫ്രം ഓൾ സൈഡ്സ്. എല്ലാ സൈഡിൽ നിന്നും തുല്യമായിട്ട് അട്രാക്ട് ചെയ്യപ്പെടും ബൈ അതർ മോളിക്യൂൾസ്. മറ്റു മോളിക്യൂൾസ് ഈ മോളിക്യൂളിനെ എല്ലാ സൈഡിൽ നിന്നും തുല്യമായിട്ടാണ് അട്രാക്ട് ചെയ്യുന്നത്. ഇനി സർഫേസിലെ ഒരു മോളിക്യൂളിൻ്റെ കാര്യം എന്തായിരിക്കും? A molecule at the surface of a liquid is in a state of tension due to net downward attraction by other molecules. സർഫേസിലെ ഒരു മോളിക്യൂൾ ടെൻഷനിലാണ്. കാരണം അതിന് താഴേക്ക് അട്രാക്ഷൻ കൂടുതലായിട്ട് ഫീൽ ചെയ്യും. A molecule at the surface of a liquid is in a state of tension due to net downward attraction by other molecules. അപ്പോൾ സർഫേസിലെ മോളിക്യൂൾസ് ടെൻഷനിൽ ആണ്. ഈ ടെൻഷനെ വിളിക്കുന്ന പേരാണ് സർഫേസ് ടെൻഷൻ. അപ്പോൾ സർഫേസ് ടെൻഷൻ്റെ കാരണം എന്താണ്? സർഫേസിലെ മോളിക്യൂൾസ് ടെൻഷൻ അനുഭവിക്കുന്നു. എങ്ങനെയാണ് ടെൻഷൻ ഉണ്ടാവുന്നത്? ദേ എക്സ്പീരിയൻസ് എ നെറ്റ് ഡൗൺവാർഡ് അട്രാക്ഷൻ ബൈ അതർ മോളിക്യൂൾസ്. ഒരു ചിത്രം കാണാം. നോക്കൂ, ഇതൊരു ലിക്വിഡാണ്. നീല കളറിൽ കാണിച്ചിരിക്കുന്നത് ഒരു ലിക്വിഡാണ്. വെള്ളം എന്ന് കരുതിക്കോളൂ. ഉള്ളിലുള്ള ഒരു മോളിക്യൂൾ ഇത് ഉള്ളിലുള്ള ഒരു മോളിക്യൂളാണ്. എല്ലാ സൈഡിൽ നിന്നും ഈക്വലായിട്ട് അട്രാക്ഷൻ ഇതിന് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാ സൈഡിൽ നിന്നും ഈക്വലായിട്ടാണ് അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ മോളിക്യൂളിന് ടെൻഷനൊന്നുമില്ല. അപ്പോൾ ഒരു ലിക്വിഡിൻ്റെ ഉള്ളിലുള്ള മോളിക്യൂളിന് ടെൻഷനൊന്നുമില്ല. മറിച്ച് സർഫേസിൽ ഒരു മോളിക്യൂൾ നോക്കൂ, ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. താഴേക്ക് അട്രാക്ഷൻ കൂടുതലാണ്. അതിൻ്റെ റിസൾട്ടൻ്റ് വരുന്നത് ഇങ്ങനെയാണ്. നോക്കൂ, ഈ ചുവപ്പ് നിറത്തിൽ കാണിച്ചിരിക്കുന്ന ആരോ റിസൾട്ടൻ്റ് ഫോഴ്സാണ്. എന്തായാലും ഈ മോളിക്യൂളിന് താഴത്തേക്ക് കൂടുതൽ അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ മോളിക്യൂൾ ടെൻഷനിലാണ്. അപ്പോൾ സർഫേസിലെ മോളിക്യൂൾസ് ടെൻഷനിലാണ് ഡ്യൂ ടു ദ നെറ്റ് ഡൗൺവാർഡ് അട്രാക്ഷൻ ബൈ അതർ മോളിക്യൂൾസ്. ദിസ് ഈസ് ദ റീസൺ ഫോർ സർഫേസ് ടെൻഷൻ. ഈ സർഫേസ് ടെൻഷൻ കുറയ്ക്കാനാണ് അഡ്സോർപ്ഷൻ നടക്കുന്നത്. ഓക്കെ, ഒരു ചിത്രം കൂടെ കാണാം. മോളിക്യൂളിനെ എല്ലാ സൈഡിൽ നിന്നും ഈക്വലായിട്ട് അട്രാക്ട് ചെയ്യുന്നു. ഉള്ളിലുള്ള മോളിക്യൂളിന് ടെൻഷനില്ല. മറിച്ച് സർഫേസിലെ മോളിക്യൂളിന് താഴേക്ക് കൂടുതൽ അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
ഗീവ് ദ തെർമോഡൈനാമിക്സ് ഓഫ് അഡ്സോർപ്ഷൻ. അഡ്സോർപ്ഷന്റെ തെർമോഡൈനാമിക്സ് എന്താണ് നോക്കാം. നമുക്കറിയുന്നൊരു ഇക്വേഷനാണ് ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ. ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ എന്താണ് ഇക്വേഷൻ? ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഡെൽറ്റ ജി എന്ന് പറഞ്ഞാൽ ഫ്രീ എനർജി ചേഞ്ച്, ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി ചേഞ്ച്, ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി ചേഞ്ച്. ഒരു റിയാക്ഷൻ്റെ സ്പോണ്ടാനിറ്റി പരിശോധിക്കാൻ നമ്മൾ ഈ ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. സ്പോണ്ടാനിറ്റി ഓഫ് എ പ്രോസസ് ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ യൂസിങ് ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ. കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ സ്പോണ്ടാനിയസ് ആയിരിക്കും. ഇതാണ് കണ്ടീഷൻ. ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ സ്പോണ്ടാനിയസ് ആയിരിക്കും. വെൻ ഡെൽറ്റ ജി ഈസ് നെഗറ്റീവ് അഡ്സോർപ്ഷൻ ഈസ് സ്പോണ്ടാനിയസ്. ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ അഡ്സോർപ്ഷൻ സ്പോണ്ടാനിയസ് ആണ്. ഇനി നമുക്ക് ഈ ഇക്വേഷൻ പരിശോധിക്കാം. അഡ്സോർപ്ഷൻ്റെ കേസിൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്. കാരണം അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ ചൂട് പുറത്തേക്ക് വരുന്നുണ്ട്, എക്സോതെർമിക് റിയാക്ഷനാണ്. എൻട്രോപ്പി ചേഞ്ച് നെഗറ്റീവാണ്. കാരണം അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ പാർട്ടിക്കിൾസിൻ്റെ എൻട്രോപ്പി കുറയുകയാണ് ചെയ്യുന്നത്. ഒരു ലിക്വിഡിൻ്റെയോ സോളിഡിൻ്റെയോ സർഫേസിൽ മറ്റു പദാർത്ഥങ്ങൾ അടിഞ്ഞുകൂടുകയാണ്. അപ്പോൾ എൻട്രോപ്പി ചേഞ്ച് നെഗറ്റീവാണ്. അപ്പോൾ അഡ്സോർപ്ഷന് ഡെൽറ്റ എച്ചും നെഗറ്റീവാണ്, ഡെൽറ്റ എസും നെഗറ്റീവാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഫോർ അഡ്സോർപ്ഷൻ ബോത്ത് ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ എസ് ആർ നെഗറ്റീവ്. അപ്പോൾ ഇക്വേഷൻ ചേഞ്ച് വരും. നോക്കൂ, ഡെൽറ്റ ജി സമം ഡെൽറ്റ എച്ച് നെഗറ്റീവാണ്, കണ്ടോ ഇവിടെ നെഗറ്റീവ് പോകുന്നത്. ഡെൽറ്റ എസിൻ്റെ നെഗറ്റീവും കണ്ടോ, ഡെൽറ്റ എസിൻ്റെ നെഗറ്റീവും ഈ നെഗറ്റീവും കൂടെ എന്തായി മാറി? പോസിറ്റീവായിട്ട് മാറി. അപ്പോൾ ആദ്യത്തെ ടേം നെഗറ്റീവാണ്, രണ്ടാമത്തെ ടേം പോസിറ്റീവാണ്. ഡെൽറ്റ ജി നെഗറ്റീവ് ആവണമെങ്കിൽ എന്ത് വേണം? ഡെൽറ്റ എച്ചിൻ്റെ മാഗ്നിറ്റ്യൂഡ് ടി ഡെൽറ്റ എസിനേക്കാൾ കൂടുതലാവണം. Delta G will be negative when the magnitude of delta H is greater than അരേക്കാൾ T delta S. അപ്പോൾ അഡ്സോർപ്ഷൻ നടക്കാനുള്ള കണ്ടീഷൻ എന്താണ്? ഡെൽറ്റ എച്ചിൻ്റെ മാഗ്നിറ്റ്യൂഡ് T ഡെൽറ്റ എസിനേക്കാൾ കൂടുതലാവും. അപ്പോൾ അഡ്സോർപ്ഷൻ സ്പോണ്ടാനിയസ് ആയി മാറണമെങ്കിൽ ഡെൽറ്റ എച്ചിൻ്റെ മാഗ്നിറ്റ്യൂഡ് T ഡെൽറ്റ എസിനേക്കാൾ കൂടുതലാവും. ഇതാണ് ഇതിൻ്റെ തെർമോഡൈനാമിക്സ്. Delta G will be negative when the magnitude of delta H is greater than T delta S, and so the reaction is spontaneous. Okay. Delta G free energy change ആണ്, delta S entropy change ആണ്, T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ആ ചോദ്യത്തിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ട് തരം അഡ്സോർപ്ഷൻ ഉണ്ട്. ഒരെണ്ണത്തിനെ ഫിസിക്കൽ അഡ്സോർപ്ഷൻ എന്ന് വിളിക്കും. ചുരുക്കിയിട്ട് നമ്മൾ ഫിസിസോർപ്ഷൻ എന്നാണ് പറയുന്നത്. മറ്റൊന്ന് കെമിക്കൽ അഡ്സോർപ്ഷനാണ്. കെമിക്കൽ അഡ്സോർപ്ഷൻ ചുരുക്കിയിട്ട് കെമിസോർപ്ഷൻ. ഫിസിക്കൽ അഡ്സോർപ്ഷനാണ് ഫിസിസോർപ്ഷൻ, കെമിക്കൽ അഡ്സോർപ്ഷനാണ് കെമിസോർപ്ഷൻ. നമ്മുടെ ചോദ്യം, ഗീവ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫിസിസോർപ്ഷൻ ആൻഡ് കെമിസോർപ്ഷൻ. ഫിസിസോർപ്ഷനും കെമിസോർപ്ഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഓരോന്നായി നോക്കാം. നോട്ട് എഴുതിയെടുക്കണം. ഫിസിസോർപ്ഷൻ എന്താണ്? അഡ്സോർബൻറ്റും അഡ്സോർബേറ്റും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ വീക്ക് ആണെങ്കിൽ, വീക്ക് വാണ്ടർവാൾസ് ഫോഴ്സ് ആണെങ്കിൽ അഡ്സോർപ്ഷനെ വിളിക്കുന്ന പേരാണ് ഫിസിസോർപ്ഷൻ. അഡ്സോർബൻറ്റും അഡ്സോർബേറ്റും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ വീക്ക് ആണെങ്കിൽ, വീക്ക് വാണ്ടർവാൾസ് ഫോഴ്സ് ആണെങ്കിൽ അഡ്സോർപ്ഷനെ ഫിസിസോർപ്ഷൻ എന്ന് വിളിക്കും. അഡ്സോർബൻറ്റും അഡ്സോർബേറ്റും തമ്മിൽ സ്ട്രോങ് കെമിക്കൽ ബോണ്ട് ഉണ്ടെങ്കിലോ
അത്തരം അഡ്സോർപ്ഷനെ കെമിസോർപ്ഷൻ എന്നും വിളിക്കും. ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്, വായിച്ചു നോക്കാം. If the interaction between adsorbent and adsorbate is big van der Waals forces, adsorption is known as physisorption. എന്താണ് കെമിസോർപ്ഷൻ? If the interaction between adsorbent and adsorbate is strong chemical bond, കോവാലന്റ് ബോണ്ട് ആവാം അല്ലെങ്കിൽ അയോണിക് ബോണ്ട് ആവാം, അഡ്സോർപ്ഷൻ ഈസ് നോൺ ആസ് കെമിസോർപ്ഷൻ. അടുത്ത പോയിന്റ് നോക്കാം. ഫിസിസോർപ്ഷൻ ഈസ് നോട്ട് സ്പെസിഫിക്. ഏത് അഡ്സോർബേറ്റ് ആയാലും അഡ്സോർബന്റ് അഡ്സോർബ് ചെയ്യും. കെമിസോർപ്ഷൻ ഈസ് സ്പെസിഫിക്. അഡ്സോർബന്റും അഡ്സോർബേറ്റും കെമിക്കലി റിയാക്ടിംഗ് ആയിരിക്കും. ഒരു പ്രത്യേക പൂട്ട് തുറക്കാൻ ഒരു പ്രത്യേക താക്കോൽ എന്ന് പറയുന്ന പോലെ സ്പെസിഫിക് ആണ്. അപ്പോൾ അഡ്സോർബൻറ്റും അഡ്സോർബേറ്റും കെമിക്കലി റിയാക്ടിംഗ് ആണെങ്കിൽ മാത്രമേ കെമിസോർപ്ഷൻ ഉണ്ടാവും. ഫിസിസോർപ്ഷൻ സ്പെസിഫിക് അല്ല, കെമിസോർപ്ഷൻ സ്പെസിഫിക് ആണ്. ഫിസിസോർപ്ഷൻ റിവേഴ്സിബിൾ ആണ്. അഡ്സോർബൻറ്റും അഡ്സോർബേറ്റും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ ഈസിയാണ്. കെമിസോർപ്ഷൻ ഇറിവേഴ്സിബിൾ ആണ്. കാരണം കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ തിരിച്ചു കിട്ടുന്നത് എളുപ്പമല്ല. അപ്പോൾ അഡ്സോർബൻറ്റും അഡ്സോർബേറ്റും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇറിവേഴ്സിബിൾ എന്ന് പറയുന്നത്. ഫിസിസോർപ്ഷൻ റിവേഴ്സിബിൾ ആണ്, കെമിസോർപ്ഷൻ ഇറിവേഴ്സിബിൾ ആണ്. ഓക്കെ, ഫിസിസോർപ്ഷൻ ഗ്യാസിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് അഡ്സോർബേറ്റ് ഗ്യാസാണ്. ഫിസിസോർപ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ദി ഗ്യാസ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ബ്രാക്കറ്റ് എഴുതിയിട്ടുണ്ട്. മോർ ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് ആർ അഡ്സോർബ്ഡ് ഈസിലി. ചില ഗ്യാസുകളെ പെട്ടെന്ന് ലിക്വിഡാക്കി മാറ്റാൻ പറ്റും. അത്തരം ഗ്യാസുകളെ പെട്ടെന്ന് അഡ്സോർബ് ചെയ്യും. ഇനി കെമിസോർപ്ഷൻ്റെ കാര്യം നോക്കാം. ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ദ ഗ്യാസ്. കെമിസോർപ്ഷനും ഗ്യാസിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ എങ്ങനെയുള്ള ഗ്യാസ് ആയിരിക്കണം? ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, ഗ്യാസസ് വിച്ച് ക്യാൻ റിയാക്ട് വിത്ത് ദി അഡ്സോർബൻറ്റ് ഷോ കെമിസോർപ്ഷൻ. അപ്പോൾ ഗ്യാസ് അഡ്സോർബൻറ്റുമായിട്ട് കെമിക്കൽ റിയാക്ഷൻ കാണിക്കാൻ കഴിവുള്ളതായിരിക്കും. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. അഡ്സോർബൻറ്റിൻ്റെ സർഫേസ് ഏരിയ കൂടിയാൽ ഫിസിസോർപ്ഷൻ കൂടും, കെമിസോർപ്ഷനും കൂടും. അഡ്സോർബൻറ്റിൻ്റെ സർഫേസ് ഏരിയ കൂടിയാൽ ഫിസിസോർപ്ഷൻ കൂടും, കെമിസോർപ്ഷനും കൂടും. ഇറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ സർഫേസ് ഏരിയ ഓഫ് അഡ്സോർബൻറ്റ്. കെമിസോർപ്ഷനോ? ഇറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ സർഫേസ് ഏരിയ ഓഫ് അഡ്സോർബൻറ്റ്. അപ്പോൾ സർഫേസ് ഏരിയ കൂടിയാൽ ഫിസിസോർപ്ഷനും കൂടും, കെമിസോർപ്ഷനും കൂടും. അടുത്ത പോയിന്റ്, അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ ചൂട് പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. എക്സോതെർമിക് റിയാക്ഷനാണ്. സോ ലോ ടെമ്പറേച്ചർ ഈസ് സ്യൂട്ടബിൾ അല്ലെങ്കിൽ ഫേവറബിൾ ഫോർ ഫിസിസോർപ്ഷൻ. വേണമെങ്കിൽ ഇവിടെ ഫിസിക്കൽ അഡ്സോർപ്ഷൻ എഴുതാം. ഫിസിക്കൽ അഡ്സോർപ്ഷൻ. അപ്പോൾ ഫിസിക്കൽ അഡ്സോർപ്ഷന് ലോ ടെമ്പറേച്ചറാണ് സ്യൂട്ടബിൾ, ഫേവറബിൾ. കാരണം ഫിസിസോർപ്ഷൻ നടക്കുമ്പോൾ ചൂട് പുറത്തേക്ക് വിടുന്നുണ്ട്. ഓക്കെ, കെമിസോർപ്ഷന് ഹൈ ടെമ്പറേച്ചർ വേണം. കാരണം എന്താ? കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ തുടക്കത്തിൽ നമ്മൾ കുറച്ച് ടെമ്പറേച്ചർ കൊടുക്കണം. അതുകൊണ്ട് ഹൈ ടെമ്പറേച്ചറാണ് സ്യൂട്ടബിൾ. ഹൈ ടെമ്പറേച്ചർ ഈസ് ഫേവറബിൾ ഫോർ കെമിക്കൽ അഡ്സോർപ്ഷൻ. ഇവിടെ വേണമെങ്കിൽ കെമിക്കൽ എന്ന് ചേർക്കാം. കെമിക്കൽ അഡ്സോർപ്ഷൻ അതായത് കെമിസോർപ്ഷൻ. അപ്പം ലോ ടെമ്പറേച്ചറാണ് ഫിസിസോർപ്ഷന് വേണ്ടത്, ഹൈ ടെമ്പറേച്ചറാണ് കെമിസോർപ്ഷൻ വേണ്ടത്.
ടെമ്പറേച്ചർ കൂടിയാൽ ഫിസിസോർപ്ഷൻ കുറയും. കെമിസോർപ്ഷൻ ആദ്യം കൂടും പിന്നെ കുറയും. ടെമ്പറേച്ചർ കൂടിയാൽ ഫിസിസോർപ്ഷൻ കുറയും. കെമിസോർപ്ഷൻ ആദ്യം കൂടും പിന്നെ കുറയും. കെമിക്കൽ റിയാക്ഷൻ്റെ കാര്യം കൈനറ്റിക്സിൽ പഠിക്കും. ടെമ്പറേച്ചർ കിട്ടിയാൽ മാത്രമേ റിയാക്ഷൻ നടക്കൂ. ടെമ്പറേച്ചർ കിട്ടുമ്പോൾ മാത്രമാണ് റിയാക്റ്റൻസിന് ആക്ടിവേഷൻ എനർജി കിട്ടുന്നത്. അത് കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിൽ പഠിക്കും. അതുകൊണ്ട് കെമിസോർപ്ഷൻ നടക്കണമെങ്കിൽ ആദ്യം ടെമ്പറേച്ചർ കൊടുക്കണം. അഡ്സോർപ്ഷൻ നടന്നു കഴിയുമ്പോൾ ചൂട് പുറത്തേക്ക് വരും, പിന്നെ അധികം ടെമ്പറേച്ചർ വേണ്ട. അതുകൊണ്ടാണ് ടെമ്പറേച്ചർ പിന്നീട് കൂട്ടിയാൽ കെമിസോർപ്ഷൻ കുറയാൻ കാരണം. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ ഫിസിസോർപ്ഷൻ കുറയും. കെമിസോർപ്ഷൻ ആദ്യം കൂടും പിന്നെ കുറയും. ഫിസിസോർപ്ഷൻ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. കെമിസോർപ്ഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഫസ്റ്റ് ആൻഡ് ദെൻ ഡിക്രീസസ്. ഓക്കെ, അടുത്ത പോയിന്റ്. ഫിസിസോർപ്ഷനിൽ മൾട്ടി മോളിക്കുലാർ ലെയറുകൾ ഫോം ചെയ്യും. പ്രഷർ കൊടുക്കുമ്പോഴാണ് അഡ്സോർപ്ഷൻ നടക്കുക, അറിയാമല്ലോ. ഇൻ ഫിസിസോർപ്ഷൻ മൾട്ടി മോളിക്കുലാർ ലെയേഴ്സ് ആർ ഫോം. കെമിസോർപ്ഷൻ ആണെങ്കിൽ യൂണി മോളിക്കുലാർ ലെയർ മാത്രമേ ഫോം ചെയ്യൂ. കാരണം കെമിസോർപ്ഷനിൽ അഡ്സോർബൻറ്റും അഡ്സോർബേറ്റും ഡയറക്റ്റ് ടച്ച് ഉണ്ടാവും. കെമിസോർപ്ഷനിൽ അഡ്സോർബൻറ്റും അഡ്സോർബേറ്റും തമ്മിൽ ഡയറക്റ്റ് ടച്ച് വേണം, അതായത് കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യണം. ഫിസിസോർപ്ഷൻ ആണെങ്കിൽ ഒരു ലെയറിൻ്റെ മേലെ മറ്റൊരു ലെയർ ഫോം ചെയ്യാം. അപ്പോൾ ഫിസിസോർപ്ഷനിൽ മൾട്ടി മോളിക്കുലാർ ലെയർ ഉണ്ടാവും. കെമിസോർപ്ഷനിൽ യൂണി മോളിക്കുലാർ ലെയറാണ് ഉണ്ടാവുന്നത്. ഇൻ ഫിസിസോർപ്ഷൻ മൾട്ടി മോളിക്കുലാർ ലെയേഴ്സ് ആർ ഫോംഡ് ഓൺ അഡ്സോർബൻറ്റ് അണ്ടർ ഹൈ പ്രഷർ. ഇൻ കെമിസോർപ്ഷൻ യൂണി മോളിക്കുലാർ ലെയർ ഈസ് ഫോംഡ് ഓൺ അഡ്സോർബൻറ്റ്. ഫിസിസോർപ്ഷനും പ്രഷർ കൂട്ടിയാൽ കൂടും, കെമിസോർപ്ഷനും പ്രഷർ കൂട്ടിയാൽ കൂടും, അല്ലേ? ബോത്ത് ഫിസിസോർപ്ഷൻ ആൻഡ് കെമിസോർപ്ഷൻ ഇൻക്രീസസ് വിത്ത് പ്രഷർ. ഇതൊക്കെയാണ് ഫിസിസോർപ്ഷനും കെമിസോർപ്ഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. നോട്ട് നന്നായിട്ട് എഴുതിയെടുക്കണം. ഒരു ഡയഗ്രാം നോക്കാം. മോണോ മോളിക്കുലാർ ലെയർ, അതായത് യൂണി മോളിക്കുലാർ ലെയർ, മൾട്ടി മോളിക്കുലാർ ലെയർ, അതിൻ്റെ ഒരു ചിത്രമാണ്. കെമിസോർപ്ഷൻ ആണെങ്കിൽ ഒറ്റ ലെയർ മാത്രമേ ഉണ്ടാവൂ. കാരണം അഡ്സോർബൻറ്റും അഡ്സോർബേറ്റും, ഈ മഞ്ഞ നിറത്തിൽ കാണിച്ചിരിക്കുന്നതാണ് അഡ്സോർബേറ്റ്, ഇവർ തമ്മിൽ ഡയറക്റ്റ് ടച്ച് വേണം. ഫിസിസോർപ്ഷൻ ആണെങ്കിൽ അഡ്സോർബൻറ്റും അഡ്സോർബേറ്റും തമ്മിൽ ഉണ്ടോ, ഇവിടെ ഡയറക്റ്റ് ടച്ച് ഇല്ല, ഒന്നിലധികം ലെയറുകൾ ഉണ്ടാവും, മേൽക്ക് മേലെ ലെയറുകൾ ഫോം ചെയ്യും. ഇതാണ് മൾട്ടി മോളിക്കുലാർ ലെയർ, ഇതാണ് യൂണി മോളിക്കുലാർ ലെയർ. ഓക്കെ, അടുത്ത ചോദ്യം. കെമിസോർപ്ഷൻ ഈസ് നോൺ ആസ് ആക്ടിവേറ്റഡ് അഡ്സോർപ്ഷൻ. വൈ? കെമിസോർപ്ഷൻ്റെ മറ്റൊരു പേരാണ് ആക്ടിവേറ്റഡ് അഡ്സോർപ്ഷൻ. എന്താണ് അങ്ങനെ വിളിക്കാൻ കാരണം? Chemisorption involves high energy of activation, so it is known as activated adsorption. ഞാൻ പറഞ്ഞു, കെമിസോർപ്ഷൻ എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷനാണ്. കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ ആക്ടിവേഷൻ എനർജി വേണം. അപ്പോൾ ഹൈ ആക്ടിവേഷൻ എനർജി ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇതിനെ ആക്ടിവേറ്റഡ് അഡ്സോർപ്ഷൻ എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഫിസിസോർപ്ഷൻ അറ്റ് ലോ ടെമ്പറേച്ചർ may pass into chemisorption at high temperature. Give example. താഴ്ന്ന ടെമ്പറേച്ചറിൽ ഫിസിസോർപ്ഷൻ കാണിക്കുന്ന ഒരു പദാർത്ഥം ഉയർന്ന ടെമ്പറേച്ചറിൽ കെമിസോർപ്ഷൻ കാണിക്കും. ഒരു എക്സാമ്പിൾ വേണം. താഴ്ന്ന ടെമ്പറേച്ചറിൽ ഫിസിക്കൽ അഡ്സോർപ്ഷൻ കാണിക്കും, ഉയർന്ന ടെമ്പറേച്ചറിൽ കെമിക്കൽ അഡ്സോർപ്ഷൻ കാണിക്കും. ഒരു എക്സാമ്പിൾ, ഡൈഹൈഡ്രജൻ ഈസ് ഫസ്റ്റ് അഡ്സോർബ്ഡ് ഓൺ നിക്കൽ ബൈ വാൻഡർവാൾസ് ഫോഴ്സസ്. നിക്കലിൻ്റെ മേലെ ഹൈഡ്രജൻ അഡ്സോർബ് ചെയ്യപ്പെടും. നിക്കൽ എന്നുള്ളത് ഒരു മെറ്റലാണ്, അതിൻ്റെ മേലെ ഹൈഡ്രജൻ അഡ്സോർബ് ചെയ്യപ്പെടും.
വാണ്ടർവാൾസ് ഫോഴ്സാണ് നിക്കലും ഹൈഡ്രജനും തമ്മിലുള്ളത്. അതായത് ഫിസിസ് ഓപ്ഷനാണ്. ഇത് ലോ ടെമ്പറേച്ചറിലാണ് നടക്കുന്നത്. ഇനി ടെമ്പറേച്ചർ കൂടിയാൽ എന്താ സംഭവിക്കുക? വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് H2 molecule dissociate. H2 molecule dissociate to form hydrogen atoms which are held on the surface of nickel by chemisorption. അപ്പോൾ താഴ്ന്ന ടെമ്പറേച്ചറിൽ നിക്കലിൻ്റെ മേലെ ഹൈഡ്രജൻ H2 ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് വാണ്ടർവാൾസ് ഫോഴ്സ് ആണുള്ളത് ഹൈഡ്രജനും നിക്കലും തമ്മിൽ. ടെമ്പറേച്ചർ കൂടുമ്പോൾ H2 എന്ന് പറയുന്ന മോളിക്യൂൾ ഹൈഡ്രജൻ ആറ്റങ്ങളായിട്ട് മാറും. ഹൈഡ്രജൻ ആറ്റങ്ങളായിട്ട് മാറിയാൽ നിക്കലും ഹൈഡ്രജൻ ആറ്റങ്ങളും തമ്മിൽ കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. അതുകൊണ്ട് അവിടെ കെമിസോർപ്ഷൻ നടക്കും. ഓക്കെ, അപ്പോൾ താഴ്ന്ന ടെമ്പറേച്ചറിൽ ഫിസിസോർപ്ഷൻ കാണിക്കുന്ന ഹൈഡ്രജൻ ഉയർന്ന ടെമ്പറേച്ചറിൽ കെമിസോർപ്ഷൻ കാണിക്കുന്നു. അപ്പോൾ അഡ്സോർപ്ഷൻ ഓഫ് ഹൈഡ്രജൻ ഓൺ നിക്കൽ, അതാണ് ഇതിൻ്റെ എക്സാമ്പിൾ. അഡ്സോർപ്ഷൻ ഓഫ് H2 ഓൺ നിക്കൽ. താഴ്ന്ന ടെമ്പറേച്ചറിൽ ഫിസിസോർപ്ഷൻ, ഉയർന്ന ടെമ്പറേച്ചറിൽ കെമിസോർപ്ഷൻ. ഓക്കെ, ഫിസിസോർപ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ദി അഡ്സോർബേറ്റ്. അഡ്സോർബേറ്റിൻ്റെ നേച്ചർ അനുസരിച്ച് ഫിസിസോർപ്ഷൻ വ്യത്യാസപ്പെടും. അഡ്സോർബേറ്റ് ഗ്യാസ് ആണെന്ന് കരുതിക്കോളൂ. അപ്പോൾ നേച്ചർ ഓഫ് ദി ഗ്യാസ് എന്ന് വേണമെങ്കിലും ആവാം. ഫിസിസോർപ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ദി ഗ്യാസ്. ഗ്യാസ് എന്നാക്കിക്കോളൂ, ഗ്യാസിൻ്റെ കാര്യമാണ് പറയുന്നത്. നേച്ചർ ഓഫ് ദി ഗ്യാസ്. ഓക്കെ, എക്സ്പ്ലെയിൻ നോക്കാം. നേരത്തെ നമ്മൾ കണ്ടു, ജനറലി ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് ആർ ഓൾറെഡി അല്ലെങ്കിൽ റെഡിലി അഡ്സോർബ്ഡ്. പെട്ടെന്ന് ദ്രാവകമാക്കാൻ പറ്റുന്ന ഗ്യാസുകളെ പെട്ടെന്ന് അഡ്സോർബ് ചെയ്യാം. പെട്ടെന്ന് ലിക്വിഡാക്കാൻ പറ്റുന്ന ഗ്യാസുകളുടെ TC കൂടുതലായിരിക്കും. എന്താണ് TC? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പോൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഹൈ ആണെങ്കിൽ ഗ്യാസുകളെ പെട്ടെന്ന് ലിക്വിഡാക്കി മാറ്റാം പ്രഷർ കൊടുത്തിട്ട്. ഇത്തരം ഗ്യാസുകളെ പെട്ടെന്ന് അഡ്സോർബ് ചെയ്യാൻ കഴിയും. ഇതാണ് പ്രത്യേകത. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടുതലാകുമ്പോൾ വാണ്ടർവാൾസ് ഫോഴ്സും കൂടുതലാവും. അതുകൊണ്ടാണ് അഡ്സോർപ്ഷൻ കൂടുതലാവാൻ കാരണം. അപ്പം ജനറലി ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് ആർ റെഡിലി അഡ്സോർബ്ഡ്. ദേ ഹാവ് ഹൈ TC, high critical temperature. Van der Waals forces are stronger near critical temperature. അതുകൊണ്ട് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടിയ ഗ്യാസുകളെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാം. ഒന്നുകൂടെ പറയാം, TC കൂടുതലാണെങ്കിൽ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ അത്തരം ഗ്യാസുകളെ പെട്ടെന്ന് ലിക്വിഡാക്കി മാറ്റാൻ പറ്റും. പ്രഷർ കൊടുത്താൽ മതി. അത്തരം ഗ്യാസുകളെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ കഴിയും. ഒരു എക്സാമ്പിൾ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. 3 ഗ്യാസുകൾ തന്നിട്ടുണ്ട്, SO2, മീഥേൻ, H2. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ SO2ൻ്റെ 630 എത്ര കെൽവിൻ, മീഥേൻ്റെ 190 കെൽവിനാണ്, H2ൻ്റെ 33 കെൽവിൻ. ആരെയാണ് പെട്ടെന്ന് അഡ്സോർബ് ചെയ്യാൻ കഴിയുക? അപ്പോൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആർക്കാണോ കൂടുതലുള്ളത് നോക്കുക. SO2വിനാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടുതലുള്ളത്. അതുകൊണ്ട് SO2വിനെ പെട്ടെന്ന് അഡ്സോർബ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഫിസിക്കൽ അഡ്സോർപ്ഷൻ പെട്ടെന്ന് കാണിക്കുന്നത് SO2 ആണ്. പിന്നെ ആരാണ് ഇതിൽ വരിക? മീഥേൻ. പിന്നെ ആരാണ്? H2. ഓക്കെ, അടുത്തതൊരു ഗ്രാഫ് വരയ്ക്കാം. ഡ്രോ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ അഡ്സോർപ്ഷൻ ഐസോബാർ. കോൺസ്റ്റന്റ് പ്രഷറിൽ വരയ്ക്കുന്ന ഗ്രാഫുകളാണ് ഐസോബാർസ്. ഗ്രാഫ്സ് പ്ലോട്ടഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഗ്രാഫ്സ് പ്ലോട്ടഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഗ്രാഫ്സ് പ്ലോട്ടഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എഴുതണ്ടല്ലോ. ഓക്കെ, അപ്പോൾ കോൺസ്റ്റന്റ് പ്രഷറിൽ വരയ്ക്കുന്ന ഗ്രാഫുകളാണ്. നോക്കൂ, ഐസോബാറുകളാണ് വരയ്ക്കുന്നത്. ഫിസിക്കൽ അഡ്സോർപ്ഷൻ ഐസോബാർ ഉണ്ട്, കെമിക്കൽ അഡ്സോർപ്ഷൻ ഐസോബാർ ഉണ്ട്. ഇവിടെ ടെമ്പറേച്ചർ എക്സ് ആക്സിസിൽ ടെമ്പറേച്ചറാണ്, വൈ ആക്സിസിൽ എമൗണ്ട് ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ്,
എമൗണ്ട് ഓഫ് ഗ്യാസ് അഡ്സോർബ്. ഇനി റൂൾ നമുക്കറിയാം, ടെമ്പറേച്ചർ കൂടുമ്പോൾ ഫിസിസ് ഓപ്ഷൻ കുറയും. ഉണ്ടോ? ടെമ്പറേച്ചർ കൂടുമ്പോൾ ഫിസിസ് ഓപ്ഷൻ കുറഞ്ഞു കുറഞ്ഞു വരുന്നു, ഗ്രാഫ് താഴേക്ക് വരുന്നു. നമ്മൾ നേരത്തെ എഴുതിയത് ഗ്രാഫിലൂടെ കാണിച്ചു. ടെമ്പറേച്ചർ കൂടിയാൽ ഫിസിസ് ഓപ്ഷൻ കുറയും, ഡിക്രീസ് ചെയ്യും. നമ്മൾ നേരത്തെ കണ്ട പോയിന്റാണ്. കെമീസ് ഓപ്ഷൻ ആണെങ്കിലോ, ടെമ്പറേച്ചർ കൂടിയാൽ കെമീസ് ഓപ്ഷൻ ആദ്യം കൂടും പിന്നെ കുറയും. ടെമ്പറേച്ചർ കൂടിയാൽ കെമീസ് ഓപ്ഷൻ ആദ്യം കൂടും പിന്നെ കുറയും. നമ്മൾ നേരത്തെ ഫിസിക്സ് ഓപ്ഷനും കെമീസ് ഓപ്ഷനും ഡിഫറൻസ് നോക്കിയപ്പോൾ കണ്ട പോയിന്റാണ്. ഇതൊരു ഗ്രാഫിലൂടെ കാണിച്ചു. ഇതിനെ വിളിക്കുന്ന പേരാണ് ഐസോബാർ. അപ്പോൾ ഗ്രാഫ്സ് പ്ലോട്ടഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എഴുതണം. ഗ്രാഫ്സ് പ്ലോട്ടഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. കോൺസ്റ്റന്റ് പ്രഷർ, ഇതാണ് ഐസോബാർസ്. ഐസോബാർസ്. അപ്പോൾ ഈ ഗ്രാഫ് വരച്ച് പഠിക്കണം. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഫിസിസ് ഓപ്ഷൻ കുറയും, ടെമ്പറേച്ചർ കൂടുമ്പോൾ കെമീസ് ഓപ്ഷൻ ആദ്യം കൂടും പിന്നെ കുറയും. ഓക്കെ, ഐസോബാറുകൾ. അടുത്ത ചോദ്യം, ഡ്രോ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ അഡ്സോർപ്ഷൻ ഐസോതേംസ്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ വരയ്ക്കുന്ന ഗ്രാഫുകളാണ് ഐസോതേംസ്. എഴുതാം, ഗ്രാഫ്സ് പ്ലോട്ടഡ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഓക്കെ, ഇതാണ് ഐസോതേംസ്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ വരയ്ക്കുന്ന ഗ്രാഫുകളാണ്. ഫിസിക്കൽ അഡ്സോർപ്ഷൻ ഐസോതേമിൻ്റെയും കെമിക്കൽ അഡ്സോർപ്ഷൻ ഐസോതേമിൻ്റെയും ഗ്രാഫ് സെയിം ആണ്. രണ്ടുപേർക്കും ഒരേപോലെയുള്ള ഗ്രാഫാണ്. അതുകൊണ്ട് ഒരു ചിത്രം വരച്ചാൽ മതി. ഇതാ അവിടെ പ്രഷർ, എക്സ് ആക്സിസിൽ പ്രഷറാണ്, വൈ ആക്സിസിൽ എമൗണ്ട് ഓഫ് അഡ്സോർപ്ഷൻ. അതിനാണ് എക്സ് ബൈ എം എന്ന് എഴുതിയിരിക്കുന്നത്. എക്സ് എന്നുള്ളത് എമൗണ്ട് ഓഫ് അഡ്സോർബേറ്റ് ആണ്, എം എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് അഡ്സോർബൻറ്റ് ആണെങ്കിൽ താഴെ നിന്ന് എഴുതാം. എക്സ് എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് അഡ്സോർബേറ്റ്. ഓക്കെ, എം എന്ന് പറയുന്നത് എന്തായിരിക്കും? എമൗണ്ട് ഓഫ് അഡ്സോർബൻറ്റ്. എക്സ് ബൈ എമ്മിനെ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് എമൗണ്ട് ഓഫ് അഡ്സോർപ്ഷൻ. അപ്പോൾ എല്ലാ കാര്യങ്ങളും എമൗണ്ട് ഓഫ് അഡ്സോർപ്ഷൻ. ക്ലിയർ ആയല്ലോ? അപ്പോൾ എമൗണ്ട് ഓഫ് അഡ്സോർപ്ഷൻ ഇവിടെ, പ്രഷർ ഇവിടെ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. എന്താ സംഭവിക്കുക? പ്രഷർ കൂടുമ്പോൾ അഡ്സോർപ്ഷൻ കൂടി വരികയാണ്. അങ്ങനെ കൂടി വന്ന് ഒരു പ്രത്യേക പ്രഷറിന് ശേഷം കാര്യമായിട്ടുള്ള ഇൻക്രീസ് ഇല്ല. അല്ലെങ്കിൽ കോൺസ്റ്റന്റ് എന്ന് പറയാം. വേണമെങ്കിൽ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം, കുഴപ്പമില്ല. സ്ട്രെയിറ്റ് ലൈൻ. ഈ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് സാച്ചുറേഷൻ പ്രഷർ. ആഫ്റ്റർ എ പർട്ടിക്കുലർ പ്രഷർ there is no considerable increase in adsorption. That pressure is known as saturation pressure. Okay, ഇതാണ് ഐസോതേം. After a particular pressure, that is saturation pressure, adsorption becomes almost constant. Okay, അപ്പോൾ നമ്മൾ ഐസോബാർ പഠിച്ചു, ഐസോതേം പഠിച്ചു. ഫിസിക്കൽ അഡ്സോർപ്ഷൻ, കെമിക്കൽ അഡ്സോർപ്ഷൻ, ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കി. അഡ്സോർപ്ഷൻ്റെ തെർമോഡൈനാമിക്സ് നോക്കി. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ. നോട്ട് നന്നായിട്ട് എഴുതിയെടുക്കണം. ഓക്കെ, ബൈ.